മധ്യപൂർവേഷ്യയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഇന്നലെ രാവിലെ മുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും ഒപ്പം ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കെതിരെയും പരസ്പരം നടത്തുന്ന ആ ഒരു പോരാട്ടം, ആ ഒരു യുദ്ധം രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ യുദ്ധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സാക്ഷ്യം വഹിച്ചത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇറാനെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. മറുസൈഡിൽ നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേർക്കും ഒപ്പം തന്നെ GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലേക്കും അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദുബായിലേക്ക്, ബഹ്റിനിലേക്ക്, കുവൈറ്റിലേക്ക്, അവിടങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം സൈപ്രസിലേക്ക്, അതായത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സൈപ്രസിലേക്ക് ഇറാന്റെ ഒരു മിസൈൽ വന്നിട്ടുണ്ട് എന്ന് ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ്. ആ വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാമെങ്കിൽ ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ യൂറോപ്പിലേക്ക് ആദ്യമായി നേരിട്ട് നടത്തുന്ന ഒരു ആക്രമണമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. UK ഡിഫൻസ് സെക്രട്ടറി ജോൺ ഹെയ്ലിയാണ് ഇത് സംബന്ധിച്ച ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഇറാൻ ബഹ്റിനിലേക്കും അല്ലെങ്കിൽ ഗൾഫിലേക്കും ഒക്കെ നടത്തിയ ആ മിസൈൽ ആക്രമണം അത് വന്ന് പതിച്ചത് ബ്രിട്ടീഷ് ട്രൂപ്പുകൾ അവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ വളരെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെ തന്നെയാണ് ജോയ്സ്. തീർച്ചയായിട്ടും. അതുപോലെ ഖമേനിക്ക് താൽക്കാലികമായിട്ടൊരു പിൻഗാമിനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വാർത്ത കൂടെ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. അതുപോലെ മധ്യസ്ഥ ശ്രമങ്ങളുമായിട്ട് ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒമാന്റെ സമുദ്രപരിധിയിൽ വെച്ചിട്ട് ഒരു എണ്ണക്കപ്പൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു എണ്ണം അത് കൂടിക്കൂടി വരികയാണ്. ഇനിയിപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തിരിച്ചടിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിരുന്നു, നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇനി ഈ രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തിരിച്ചടി അത് എത്രത്തോളം പ്രഹരം ഏൽപ്പിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൽ നിൽക്കുകയാണ്. അതോ ഒരു സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് GCC രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. എനിക്ക് തോന്നുന്നു ഈ GCC രാജ്യങ്ങളുടെ ആ ഒരു മീറ്റിംഗ് അടുത്ത ഘട്ടത്തിൽ ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും അവർ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇന്നലെ രാവിലെ മുതൽ ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഗൾഫ് മേഖലയിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ, കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ, അവിടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഒപ്പം ജനവാസ മേഖലകളിലേക്ക്, ദുബായിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ചില ഹോട്ടലുകളിലേക്ക്, ജനവാസ മേഖലയിലേക്ക്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് ഡ്രോൺ അറ്റാക്കുകൾ, ഇറാന്റെ ഷാഹിദ് ആ ഒരു ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുള്ള അറ്റാക്കുകളൊക്കെ ഇറാൻ നടത്തുന്നു. അതിനാൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് GCC രാജ്യങ്ങളിൽ ഇറാനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേൽ തിരിച്ച് ഇറാന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ ആ ഒരു തോത്, ആ ഒരു തീവ്രത വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ കഴിഞ്ഞ രാത്രിയാണ് ഏകദേശം 200ഓളം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് സഞ്ചരിച്ച് അവിടെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ, IRGCയുടെ കേന്ദ്രങ്ങൾ, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഓഫീസുകൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ, അവിടങ്ങളിലൊക്കെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ഉള്ളിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഇറാന്റെ ഉള്ളിലേക്ക് കടന്നു കയറി അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം അവിടെ അഴിച്ചുവിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ അമേരിക്ക പുറത്തുവിടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ദ ലൈറ്റ് ഷോ ഹാസ് നോട്ട് എറ്റ് ബിഗൻ. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥ വെടിക്കെട്ട് ഇനി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിൽ നിന്നും പുറത്തു വരികയാണ്. അതായത് ഇന്ന് രാത്രി തങ്ങളുടെ ഹെവി ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറാന് നേർക്ക് അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുമെന്ന് അവർ പറയുന്നു. അവരുടെ B2 സ്പിരിറ്റ് ബോംബേഴ്സ്, B21 റൈഡർ ബോംബേഴ്സ്, ഇതെല്ലാം ഉപയോഗിച്ച് ഇറാനുമേൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം അഴിച്ചുവിടുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ട്രംപ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. വലിയ വില കൊടുക്കേണ്ടി വരും ഇറാനിലെ ഇപ്പോഴത്തെ നേതൃത്വം. കീഴടങ്ങുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ട്രംപും നൽകി കഴിഞ്ഞിരിക്കുന്നു. മറുസൈഡിൽ നിന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള
പ്രസ്താവനകൾ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇറാൻ ഒരു കാരണവശാലും കീഴടങ്ങാൻ അല്ലെങ്കിൽ ഒരു അടിയറവ് പറയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആയത്തുള്ള അലി ഖമേനിയെ പിടിക്കുക എന്നത്, അല്ലെങ്കിൽ ആ ഒരു നേതൃമാറ്റം കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ആദ്യത്തെ അറ്റാക്കിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിന് സാധ്യമായി എന്നത് വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ആ ഒരു അറ്റാക്ക് പാളിയിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി അവിടെ നിന്നും രഹസ്യ താവളത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ആയത്തുള്ള അലി ഖമേനിക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അതിനു മുന്നേ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കുന്ന തരത്തിലേക്കുള്ള ശക്തമായ ഒരു അറ്റാക്ക് തന്നെയാണ് നടന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു ചോദ്യം, അടുത്തത് എന്താണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു നേതൃമാറ്റം കഴിഞ്ഞ് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നേതാവ് വരുന്നു, അതിനുശേഷം ഇനി അമേരിക്ക ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി. നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ, കഴിഞ്ഞ നിമിഷങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്താ അപ്ഡേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി, ഇടക്കാല പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ ഇടക്കാല പരമോന്നത നേതാവായിട്ട് ഒരു മതപുരോഹിതനായിട്ടുള്ള ആയത്തുള്ള അലിറൈസ അറാഫിനെ അവിടെ നിലവിലെ ഭരണ നേതൃത്വത്തിലുള്ളവർ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇറാന്റെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വാർത്താ ഏജൻസി പുറത്തു വിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇടക്കാല ആ ഒരു ഭരണസമിതിയെ നയിക്കും, ഇടക്കാല ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകും, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിൽ പുതിയ നേതൃത്വം, അത് ഇടക്കാലത്തേക്ക് ഒരു മത നേതൃത്വം തന്നെ അവിടേക്ക് വരുന്നു, ഒരു പരമോന്നത നേതാവ് അവിടേക്ക് വരുന്നു. അയത്തുള്ള അലിറൈസ അറാഫി എന്ന് പറയുന്ന മത പുരോഹിതൻ ഇറാന്റെ ഭരണതലപ്പത്തേക്ക് ഇടക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ആ ഒരു വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് ഇറാന്റെ ഒരു മിസൈൽ വന്ന് പതിക്കുന്നു, സൈപ്രസിലേക്കാണ് വന്ന് പതിച്ചിരിക്കുന്നത്. അത് UK ഡിഫൻസ് സെക്രട്ടറി ജോൺ ഹെയ്ലിയാണ് ഇത് സംബന്ധിച്ച സുപ്രധാനമായിട്ടുള്ള ആ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബ്രിട്ടീഷ് സൈനികർ താവളമടിച്ചിരിക്കുന്ന ആ ഒരു താവളത്തിന് തൊട്ടടുത്തേക്കാണ് കഴിഞ്ഞ ദിവസം ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മിസൈൽ വന്ന് പതിച്ചത് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന്റെ ആ ഒരു ഗതിവിഗതികൾ, ഒപ്പം തന്നെ അതിന്റെ ഒരു ഡയറക്ഷൻ, അതിന്റെ ഒരു സ്വഭാവം, അതിന്റെയൊക്കെ ഒരു തീവ്രത വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അല്പം മുമ്പ് ഒരു ഷിയ നേതാവ് അയത്തുള്ള മഖാരിം ഷിറാസി എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റ് ഇതിനെ ഒരു വർഗീയ ചുവയോടെ കാണാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച മൗസൂദ് പെഷസ്കിയാൻ അദ്ദേഹം ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഖമേനിയുടെ കൊലപാതകം എല്ലാ മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രകോപനപരമായ രീതിയിൽ ഇതിനൊരു വർഗീയ ചുവ കൊടുക്കാനുള്ള ശ്രമങ്ങളും ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ഫത്തെ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായി വിന്യസിച്ചതായിട്ട് ഈ ഒരു ഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെയൊക്കെയായി ദുബായിയുടെ പല ഭാഗങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വേവ് ഓഫ് അറ്റാക്ക് ടെഹ്റാനിൽ ഈ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുപോലെ റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം, ഒരു അപലപിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഖമേനിയുടെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇതുപോലൊരു യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ ഇറാന്റെ പക്ഷം പിടിച്ചുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരുന്നു. ഇറാനും റഷ്യയും കൂടെ ഒരുമിച്ച് ചൈനയോട് പിന്തുണയോടുകൂടി തന്നെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ചിട്ട് ഒരു സൈനിക അഭ്യാസമൊക്കെ നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലൊരു അറ്റാക്ക് നടന്ന് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്ന ആ ഒരു സാഹചര്യം ആയി എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ പക്ഷം പിടിച്ച് അല്ലെങ്കിൽ ഇറാന് സപ്പോർട്ടുമായിട്ട് സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇറാന് സപ്പോർട്ടുമായിട്ട് യുദ്ധത്തിൽ പങ്കുചേരുമോ എന്നുള്ള ഒരു കാര്യം കൂടെയാണ് ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് വരാനിരിക്കുന്നത്. ഇതൊരു 3ാം ലോകമഹായുദ്ധത്തിലേക്കുള്ള പോക്കാണോ എന്നത് നമുക്ക് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അല്പം മുമ്പ് നമുക്ക് ലഭിക്കുന്ന വാർത്ത, ഇസ്രായേലിൽ നിന്നും ലഭിക്കുന്ന വാർത്ത, മധ്യ ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇറാൻ തുടർച്ചയായിട്ട് മിസൈലുകളുടെ വലിയൊരു നിര ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട്. അതിനെല്ലാം ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്, IDF-ന് സാധിക്കുന്നുണ്ട് എന്ന വാർത്ത വരുന്നു. ഒപ്പം ലെബനോനിലെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന, അതായത് ഈ ആയത്തുള്ള ഖമേനി ചെല്ലും കൊടുത്ത് പോറ്റി വളർത്തിയ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഈ ഖമേനിയുടെ കൊലപാതകത്തിനെതിരെ
ഇറാനെതിരെ അമേരിക്കയോടും ഇസ്രായേലിനോടും പ്രതികാരം ചോദിക്കും എന്ന് ലെബനോനിലെ ഹിസ്ബുള്ള ഭീകരർ പറയുന്നു. നേരത്തെ ജോയ്സ് സൂചിപ്പിച്ച പുട്ടിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഇപ്രകാരമാണ്: ഖമേനിയുടെ കൊലപാതകം മനുഷ്യ ധാർമ്മികതയ്ക്കും എതിരും അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതുമായ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്ന് പുടിൻ പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ റഷ്യയും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ചോദ്യങ്ങളും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒളിച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഉത്തരം വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് മനസ്സിലാക്കാം. ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ.